എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കഴുത്തുണ്ട് കീഴിലേക്ക് പോവാം. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട്. പക്ഷെ അതിന് മുൻപ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ ഒരു കിഴി എപ്പിസോഡിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന കാര്യം, ഒരു ഫ്രണ്ട് ഒരുത്തന് പനി തരുന്ന, പനിയല്ല പനി, ഫീവർ, അത് നേരിട്ട് നിങ്ങൾ കാണാൻ പോകും. ചേർക്കത് തന്നിരിക്കും. പനിയാണ്. നല്ല മര്യാദക്ക് ഞാൻ പറഞ്ഞതാ, നമുക്ക് നാളെ ചെയ്യാം. പനിയൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങൾ പോരുന്നു കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നത് കിഴി എപ്പിസോഡിന്റെ കൂടെ പനി തരുന്ന ടൈല്. എന്ത് പനിയാണെങ്കിൽ എന്താ ടോസ്, അതെനിക്കുള്ളതാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, സത്യമായിട്ടും. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് പേടി, സഹിച്ചങ്ങ് നിൽക്കേണ്ടി വരും. സൂപ്പർ ഗുഡ് ഫിലിംസ് 98ാമത്തെ സിനിമ. റോഡ് കോമഡി ഡ്രാമ. റോഡ് മൂവി. ഫഹദ് ഫാസിലും വടിവേലും. മാമന്നൻ. രണ്ടുപേരും ഇങ്ങനെയായിരുന്നു. ഇതില് ഇങ്ങനെയായിരിക്കും, ക്ലോസ് ആയിരിക്കും. എന്താണെങ്കിലും കൃഷ്ണമൂർത്തിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. യുവാൻ ശങ്കർ രാജയാണ് മ്യൂസിക്. യുവാൻ ശങ്കർ രാജ് ഇപ്പോ എല്ലാം കണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ചിലത് ഒരു രക്ഷ ഉണ്ടാവും, ചിലത് എന്തായാലും ആളിപ്പോ തിരിച്ചു വന്നൂലേ, ഏതാണ്ട് കുറെ നാളുകൾക്ക് ശേഷമായിട്ട് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് യുവാൻ യുവാൻ എന്ന് പറയാൻ പറ്റില്ല. മറ്റത് അങ്ങനെയില്ല, ആ പേരെന്നെ ഉണ്ടായിരുന്നില്ല, മൊത്തം അനിരുദ്ധായിരുന്നു. GVP അനിരുദ്ധ്. അടുത്ത കിഴി സൈന്ധവ്. വെങ്കടേഷിന്റെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ജനുവരി 3 വരും. ടൈം വന്നിട്ടില്ല കേട്ടോ. സിനിമ റിലീസാവുന്നത് 12 13 12. 3-ാം തീയതി ഓസ്ലറിന്റെ ട്രെയിലർ ഉണ്ട് അല്ലേ? 3-ാം തീയതി ഓസ്ലർ, അതായത് നാളെ 7:30. നാളെയാ. അടുത്തത് വിടാമുയർച്ചി. സിനിമയുടെ സാറ്റലൈറ്റ് ഡിജിറ്റൽ മ്യൂസിക് റൈറ്റ്സ് 3 പോയിട്ടുണ്ട്. പറ്റൂല, 3 പനിയാണെങ്കിൽ ഒരു കുറവില്ലല്ലോ. എന്തായാലും നമ്മൾ കുറവ് വരുത്താൻ പറ്റും. സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ TV, ഡിജിറ്റൽ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ്, മ്യൂസിക് റൈറ്റ്സ് സോണി മ്യൂസിക്. പിന്നെ സൺ ടിവിന്റെ ടീം, പിന്നെ എന്തായാലും അങ്ങോട്ടേ പോകുള്ളല്ലോ. എന്താണെങ്കിലും അപ്പോൾ ആളിപ്പോ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. നാളെ അല്ലേ കൊച്ചിന്റെ ബർത്ത്ഡേ? നാളെ 3-ാം തീയതി. എല്ലാം 3-ാം തീയതി ആണല്ലോ, ഏതാണ്ട് എല്ലാ കാര്യങ്ങളും. അടുത്ത കിഴി നടികർ തിലകം. ടോവിനോ തോമസ് നായകനാകുന്ന സിനിമയാണ്. ടോവിനോയും സൗബിനുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമയുടെ റിലീസ് ഡേറ്റ് ഏതാണ്ട് വന്നിട്ടുണ്ട്, മെയ് 24-നായിരിക്കും. മെയിലാണ് പ്ലാൻ ചെയ്യുന്നത്. മെയിലല്ലേ നമ്മുടെ മെയ് 1-നാണ് പ്ലാനിങ്. ഒരു മാസത്തിൽ 2 സിനിമയോ. പിന്നെന്താ അടുത്തത് ഫൈറ്റർ. സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 40 മിനിറ്റ് കൂട്ടാ. എന്താ കുട്ടാ, ഞാൻ നല്ല മര്യാദക്ക് പറഞ്ഞ, ഞാൻ വീട്ടിലിരുന്നോളാം, ഞാൻ വരുന്നില്ല. നിന്നെ കൊല്ലാൻ വരുന്നില്ല. മറ്റേത് കൊല്ലല് മാത്രമല്ല, ഇതിപ്പോ പനി തന്നിട്ട് കൊന്നിട്ട് പോകുന്നു. സത്യം. കിഴി തോറ്റതിന്റെ ഒരു വിഷമം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ശരിയാ, ഇതിപ്പോ പനിച്ച് കിടന്ന് തോറ്റല്ലോ എന്ന് വിഷമിക്കേണ്ടി വരും. അടുത്ത കിഴി. ഇത് നമ്മുടെ മുഹമ്മദ് മുസ്തഫ വീണ്ടും സംവിധായകനാകാൻ പോകുന്നു. അതായത് നമ്മുടെ കപ്പേള സിനിമയ്ക്ക് ശേഷം ആള് വീണ്ടും സിനിമ ചെയ്യാൻ പോകുന്നു. ജനുവരി 3-ന്. ഇതെന്തെല്ലാം ജനുവരി 3-ന്? നല്ല ദിവസം അതുകൊണ്ടാണ്. ജനുവരി 3-ന് ആളുടെ 2ാമത്തെ സിനിമയുടെ ഷൂട്ട് തുടങ്ങും. മെയിൻ വേഷത്തിലെത്തുന്നത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടാണ്. പിന്നെ മാല പാർവതി, കനി കുസൃതി, ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് കേട്ടോ. വളരെ മികച്ച സംവിധായകൻ, വളരെ മികച്ചതെന്ന് പറഞ്ഞാൽ വളരെ വളരെ മികച്ചത് അല്ലേ? കപ്പേള നല്ല സിനിമയാണ്. അടുത്ത വരാഹം. സുരേഷ് ഗോപിയുടെ 257ാമത്തെ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് പോസ്റ്റർ ഇന്നലെ എത്തിയിട്ടുണ്ട്. വരാഹമായിരിക്കും അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും സനൽ വി ദേവനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സുരാജ് വെഞ്ഞാറമൂടും ഗൗതം മേനോനും പ്രധാന വേഷത്തിലുണ്ട് സിനിമകൾ. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തീർച്ചയായിട്ടും. അപ്പം സുരേഷ് ഗോപിന്റെ 2024 ഫസ്റ്റ് വരാൻ പോകുന്ന സിനിമ ഇത് തന്നെയായിരിക്കും തോന്നുന്നു.
അതായത് ജാനകി. ശരിയാണല്ലോ അല്ലേ, ഒരു കോടതി. പക്ഷെ അത് ഇതുവരെ അതിന്റെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അത് അപ്ഡേഷന് ഒരു സാധനം വന്നിട്ടില്ല. പിന്നെ കുറെ സിനിമകൾ ഉണ്ട്, പക്ഷെ അതൊന്നും ശരിയായ രീതിയിൽ അങ്ങ് നടന്നിട്ടില്ല. എന്തായാലും ഇപ്പൊ മുന്നിൽ കയറി കളിക്കുന്നത് മാത്രമാണ്, വരാഹം. സുരാജ് വെഞ്ഞാറമൂട്, ഗൗതം മേനോൻ, സുരേഷ് ഗോപി, ഇവരാണ് പ്രധാന വേഷത്തിൽ കേട്ടോ. അടുത്തത് തഗ് ലൈഫ്. തഗ് ലൈഫ് സിനിമയുടെ ഷൂട്ടിംഗ് എന്നാളിയാ തുടങ്ങുന്നത്? ഈ മാസം ലാസ്റ്റ് തുടങ്ങും, ചെന്നൈയിൽ കേട്ടോ. യെസ്, അമ്പൻ സിനിമ, എല്ലാവരും ഉണ്ട്. മണിരത്നം ഒരുക്കുന്ന സിനിമ. അതിൽ കമൽഹാസൻ നായകൻ, കൂടെ ദുൽഖർ, ജയം രവി, തൃഷ, ഗൗതം കാർത്തിക്. എത്ര വമ്പൻ, ഇവരൊക്കെ മിക്കവാറും ജോയിൻ ചെയ്യുന്നതാണ് കേൾക്കുന്നത് കേട്ടോ. ഫസ്റ്റ് മുതലേ അപ്പൊ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, കൂടെ തന്നെ പറഞ്ഞപ്പോഴേ കൂടത്തായി കേട്ടത്, അതങ്ങനെ കേൾക്കുള്ളൂ. അയ്യോ എന്താലേ ഡോക്യുമെന്ററി, ഭീകര സാധനം, ഭീകരം. നമുക്ക് കണ്ട് ഞെട്ടിപ്പോയി. കറിയാൻ സൈനൈഡ് ഒരു രക്ഷയില്ല, ഗംഭീര സാധനം. അതിന്റെ സിനിമാറ്റോഗ്രാഫറല്ലേ, അതിന്റെ സിനിമാറ്റോഗ്രാഫറാണ് ഭൂതകാലം ചെയ്തിട്ടുള്ളത്, അടിപൊളി. പിന്നെ നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ സിനിമാറ്റോഗ്രാഫർ എന്തായിരിക്കും അപ്പൊ അതിന്റെ ലെവല്. എന്താണെങ്കിലും അടുത്ത കിഴി ടർബോ സിനിമയുടെ ലൊക്കേഷൻ പിക്സ് കാണിക്കാൻ കൊണ്ട് എന്റെ മുഖത്തോട്ട് നോക്കിയത് ഞാനല്ലല്ലോ ലൊക്കേഷൻ പിക്സ് ഇട്ടൂടെ കാണിച്ചോണ്ടേയിരിക്കുന്നു. ശബരീഷും മമ്മൂക്കയും അനിയനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചേട്ടനും അനിയനും വന്നു. അതായത് ഒരു യങ് സ്റ്റാർ ആളുടെ അനിയനായിട്ട് അഭിനയിക്കും. സണ്ണി വെയിനും നല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമില്ല, ശബരീഷ്. ഓക്കെ, അടുത്ത കിഴി. ഒന്നൊന്നര സാധനം തരണേ, എടുത്തോ, ഒന്നോ രണ്ടോ എടുത്തോ. ഓക്കെ, എബ്രഹാം ഓസ്ലർ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ 7:30 ഓക്കെ, കുറച്ച് നീണ്ടു പോയി, ഒരു 6 മണിക്കൊക്കെ ആക്കായിരുന്നു. അത് കുറച്ച് 7:30 കുറച്ച് ഇത് തന്നെ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോ തന്നെ 8:30 ആവും. അതെ, ഈ 8:30 വീഡിയോ ഇട്ടിട്ട് അവർക്കത് നോക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അവർക്കത് നോക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അവരുടെ കാര്യം നോക്കിയാൽ മതി. നമ്മുടെ കാര്യം കൂടെ നമ്മൾ നോക്കണല്ലോ. എന്തായാലും മ്യൂസിക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്റ്റിൽ വന്നിട്ടുണ്ട്. അടുത്തത് ജയ് ഗണേഷ് ആൻഡ് ലവ്ലി, രണ്ട് സിനിമേന്റെയും സെക്കൻഡ് ലുക്ക് പോസ്റ്റേഴ്സ് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ജയ് ഗണേഷ് ഉണ്ണിമുകുന്ദൻ നായകനാവുന്ന സിനിമ, രഞ്ജിത് ശങ്കർ സംവിധാനം. സംഭവം അടിപൊളി, അതൊക്കെ എനിക്കുള്ളതാട്ടോ. അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾക്കല്ല, ഇത് എനിക്കുള്ളതാ, ഈ തരുന്നതൊക്കെ എനിക്കുള്ളതാണ്. വയ്യാന്ന് 150 പ്രാവശ്യം പറഞ്ഞല്ലേ? 150 പറഞ്ഞിട്ടില്ല, 149 എത്തിയായിരുന്നു. ഞാൻ 110 വരെ എണ്ണിണ്ടായിരുന്നു. ബാക്കി നമുക്ക് എണ്ണ അറിയാത്ത പ്രശ്നമാണ്. ജയ് ഗണേഷിന്റെ പോസ്റ്റർ, ജയ് ഗണേഷ് എന്തായാലും ഒരു സൂപ്പർ ഹീറോ മൂവി ആയിരിക്കും എന്നുള്ളത് വ്യക്തമായി. തീർച്ചയായിട്ടും മാവീരൻ. അതായത് ആ കാർട്ടൂൺ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് മാവീരന്റെ ഇതിലേക്കാട്ടോ. ചിലപ്പോ കാർട്ടൂൺ ആർട്ടിസ്റ്റ് ആയിരിക്കാം, എന്നിട്ട് ആള് വരയ്ക്കുന്ന ഒരു സൂപ്പർ ഹീറോ. കാരണം ആൾറെഡി കാലിന് വയ്യാത്ത ഒരാള്, വീൽ ചെയറിലുള്ള ഒരാള്. അപ്പൊ എന്താ മാവീരനിൽ അത് നേരെ തിരിച്ചായിരുന്നു, ഒരാളായിരുന്നു. അപ്പൊ ആ ഒരു സംഭവം പവറായിട്ട് വരുന്നു. തീർച്ചയായിട്ടും അത് ഇതിലേക്കും അങ്ങനെ തന്നെയാണ് ഒരു ഡൗട്ട് പോകുന്നത് കേട്ടോ ഇത് കണ്ടിട്ട്. അടുത്തത് അടുത്ത കീഴിലേക്ക് ലവ്ലി, തേനീച്ചേന്റെ പുറകെ ഓടി നടക്കുന്ന മാത്യു. അത് സംഭവം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ആള് ഈ തേന് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, തേമണിക്കാരനാണോ? അതിന് റാണിനെ പിടിക്കാൻ പോകാൻ തോന്നുന്നു. അയ്യോ സംഭവം ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാ, കോമഡി ആയിട്ട് അറിയാലോ, കോമഡി ആയിട്ട് തോന്നി പോകാം. ഒരു കൃതാവ് ഇത്രയും വലുതുണ്ടെങ്കിൽ, സോമന്റെ കൃതാവ് എന്ന് പറഞ്ഞ സിനിമ മലയാളത്തില് അങ്ങനത്തെ സിനിമകളൊക്കെ അല്ല, അത് ശരിയാണ്. അതായത് ഇതിപ്പോ പോകുന്നത് തേനീച്ചയാണ്. അപ്പൊ ഈ റാണിനെ കിട്ടാൻ കുറച്ച് പിള്ളേര് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണത്. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥയാണോ? ഇനിയിപ്പൊ റാണിയും ആളും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കാണിക്കുന്നത്. കുറച്ചുകൂടിയോ? അല്ല, ചില ചിരിച്ചോണ്ട് ഓടുക റാണീനെ പറയുക. അതുകൊണ്ട് മറ്റൊരു അങ്ങനല്ലോ ഓടുക റാണീനെ പിടിക്കാൻ. മറ്റൊരു വലയല്ല, നല്ല പുകയൊക്കെ ഇട്ടിട്ട് നല്ല ബുദ്ധിമുട്ടിട്ട് അതിനെ പിടിക്കുന്നത്. അല്ല, പോസ്റ്ററായിട്ട് ചെയ്യുമ്പോ
തിരിച്ചടിക്കും. അതായത് ഈ നെറ്റ് പോലത്തെ ഉണ്ടല്ലോ, കയ്യില് കയ്യിലിങ്ങനെ വടി എന്നിട്ട് ഇങ്ങനെ ഒരു വല, അതിൽ കിട്ടൂല, അത് വേറെ കാര്യം. പക്ഷെ പോസ്റ്ററൊക്കെ വരുമ്പോ അങ്ങനെ ആയിരിക്കും. പുകയും കൊണ്ട് പോയി കഴിഞ്ഞാലേ പോസ്റ്ററിലൊന്നും ഉണ്ടാവില്ല, ഫുൾ പുകയായിരിക്കും. ഓക്കെ, അടുത്ത കിഴി. അപ്പൊ ലവ്ലിയുടെ സെക്കൻഡ് ലുക്ക് കൊള്ളാട്ടോ അത്. കൊള്ളാം. അടുത്ത കിഴി ദളപതി 69. അപ്പോൾ ഫൈനലി ഇത് നമ്മുടെ കീഴിൽ ഉൾപ്പെട്ടു കേട്ടോ. അതായത് ഈ ഒരു റൂമർ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി, പക്ഷെ നമ്മളതിൻ്റെ ഒരു കുറച്ചും കൂടി വിശ്വാസം തോന്നി. ഇപ്പോൾ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ റൂമർ ശക്തമായി, അത്രേ ഉള്ളൂ. ക്ലാരിഫിക്കേഷൻ അത്രേ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, എന്തായാലും ദളപതി 69 കാർത്തിക് സുബ്ബരാജ് ഒരുക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. സംഭവം സൺ പിക്ചേഴ്സ് സിനിമ നിർമ്മിക്കും. എന്ത് തോന്നുന്നു? കാർത്തിക് സുബ്ബരാജ് അല്ലേ, പൊളിച്ചെടുക്കട്ടെ. വേറെ ലെവൽ സാധനം വരുമായിരിക്കും, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. പക്ഷേ കൂടെ നിന്ന് കൊടുത്താൽ മതി. കാർത്തിക് സുബ്ബരാജ് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട്, വിജയിനെ വെച്ച് സിനിമ ചെയ്യുകയാണെങ്കിൽ അതൊരു ആക്ഷൻ മൂവി ആയിരിക്കും എന്നുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ആള് കാറ്റഗറി തിരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മൂവി ആണെങ്കിൽ പൊടിക്കും. അടുത്തത് മലൈക്കോട്ടെ വാലിബൻ സിനിമയുടെ ഡ്യൂറേഷൻ. പനിയല്ലേ? അതാണ്, പനി ആയതുകൊണ്ട് സാറിന് പോട്ടറ ജീവിച്ചു പോട്ടറ. എന്താണെങ്കിലും ഡ്യൂറേഷൻ വന്നിട്ടുള്ളത് 2 മണിക്കൂറും 7 മിനിറ്റും ആയിരിക്കും കേട്ടോ. സന്തോഷമായില്ലേ? ഹാപ്പി അല്ല. ഇനിയിപ്പോ എല്ലാരും വിഷമിച്ചേക്കുന്നുണ്ട് ശരിക്കും. 1:54 1:45 നമുക്ക് പറഞ്ഞിട്ട്, അതിലെന്താ അത്ര വിഷമിക്കാൻ? അതിനകത്ത് വിഷമിക്കാനൊന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഡ്യൂറേഷൻ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ്, കുറുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, ഇംഗ്ലീഷ് മൂവിയൊക്കെ അത്രയുണ്ടോ? അത്രയില്ല. 1 മണിക്കൂർ 20 മിനിറ്റ്, 1 മണിക്കൂറും 15 മിനിറ്റ് ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വേറെ കാര്യമുണ്ട്, അതായത് ഡ്യൂറേഷൻ കുറഞ്ഞ ഐറ്റം വെച്ചിട്ടാണ് ഇവര് കോടികൾ അടിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇരിക്കട്ടെ, ഒരു 100 കോടി കിട്ടുകയാണെങ്കിലോ അതിന് പേരിൽ. ഓക്കെ, അടുത്ത കിഴി സൂര്യ 43. സൂര്യ 43യുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. മ്യൂസിക് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. സോങ് GVP, സുധാ കൊങ്കാര. എന്തായാലും സൂപ്പർ ആവട്ടെ, അടിപൊളിയാവട്ടെ. ആരൊക്കെയാണ്? സൂര്യ, ദുൽഖർ, നസ്രിയ, വിജയ് വർമ്മ അല്ലേ? വിജയ് വർമ്മ. എൻ്റെ കുട്ടിയുടെ അല്ല, എൻ്റെ തമന്നയുടെ കാമുകൻ. എൻ്റെ തമ്മു പനിയായിപ്പോയി. ഇല്ല, ഞാൻ അതിനുള്ള മറുപടിയും കൂടെ കൊടുത്തിട്ട് പോകണ്ടായിരുന്നുള്ളൂ. ആർക്ക്? അടുത്തത് നിനക്ക്. എനിക്കോ? ഇന്ത്യൻ 2. സന്തോഷമായോ? തൃപ്തിയായി, തികഞ്ഞു. സിനിമയുടെ എന്തായിരുന്നു പറയാ, ഡിജിറ്റൽ റൈറ്റ്സ്. നമ്മുടെ കലഞ്ചർ TV കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് പറയാൻ പറ്റണ്ടേ, കേൾക്കാഞ്ഞിട്ടല്ല. അതല്ല, നീ തെറ്റിച്ചു, ഞാൻ തിരുത്തിയില്ലേ, അത് മേ ബി തെറ്റാവാം. അങ്ങനെയല്ല എന്നുള്ളത് ഇനി കമന്റ് വരും മിക്കവാറും. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഓട്ടെ, അതിനാണ് പോയിരിക്കുന്നത്. നിന്റെ തോന്നല് നീ പറഞ്ഞോടാ. കലഞ്ചർ എന്നല്ലേ ഞാൻ പറഞ്ഞത്? കലഞ്ചർ എന്നാണ് ഞാൻ പറഞ്ഞത്. കലഞ്ചർ TV ആണെന്ന് തോന്നുന്നു. കലഞ്ചർ എന്നാണ് ശരിക്ക് അല്ലേ? കലഞ്ചർ TV. ഞാൻ എന്തായിരുന്നു ആദ്യം പറഞ്ഞത്? അത് അതിന്റെ മുമ്പ് എന്തോ ഒരു റാ വന്നില്ലേ? കലഞ്ചാന്നാ വന്നുള്ളൂ അല്ലേ? ഓക്കെ, എന്താണെങ്കിലും ഇവർക്കാണ് പോയിരിക്കുന്നത് കേട്ടോ. സന്തോഷമായോ? എന്തായാലും നമ്മളിവിടെ തെറ്റിച്ചാൽ ആ ബിസിനസ് മാറാന്ന് പോകുന്നില്ല. അതിപ്പോ സൺ TV എന്ന് പറഞ്ഞാലും അവർക്ക് കൊടുത്തില്ല, ഇനി അത് കിട്ടാൻ മാറാൻ പോണില്ലല്ലോ. പക്ഷെ നമുക്ക് കിട്ടാനുള്ള കിട്ടും, അത്രേ ഉള്ളൂ. അത് നല്ല സന്തോഷമായിട്ട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. ഇപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. നാളെ ഇവന് ജീവനുണ്ടെങ്കിൽ വരാം. കാരണം അത്ര ഗംഭീര സാധനം, നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നതാണ്. കിട്ടുമ്പോ പഠിച്ചോളും. ഷോൾഡർ, നടു, പിന്നെ കണ്ണി കൂടെ ഇങ്ങനെ ചൂട് വെച്ചിട്ടുണ്ട്. അല്ല, നടു എന്ന് പറഞ്ഞാൽ നന്നായി, ഞെട്ടല് പറഞ്ഞാൽ വിശ്വസിക്കൂലായിരുന്നു. അതില്ലല്ലോ, അതേതാണ് നന്നായി. പിന്നെ കണ്ണുകൂടെ ചൂടോ? നല്ല ചൂടൊക്കെ വരുന്നു. വായിലൂടെ പറയുമ്പോ അതേ പേര് കുറച്ച് തല പൊങ്ങുന്ന അവസ്ഥ ഉണ്ടോ? തല കുറച്ച് പോകും.
തല പൊന്തുന്നില്ലായിരുന്നു രാവിലെ എണീറ്റപ്പോ. ഇവന്റെ തല പിന്നെ എന്താ ഇങ്ങനെ നിൽക്കുന്നത് അറിയോ? ഇവന് തലക്കനം ഭയങ്കര അഹങ്കാരിയാണ്. അതുകൊണ്ട് മാത്രം ഉയർന്നത് അത് ഇച്ചിരി കൂടുതലുള്ളതാണ് പ്രശ്നം. അപ്പൊ എന്തായാലും പോവല്ലേ, സമാധാനമായില്ലേ? പനിയാണെങ്കിലും വിടരുത്. അല്ല നീ കിഴി എന്തായാലും ജയിച്ചു, ഇവിടെയെങ്കിലും ജയിക്കാൻ പറ്റുമെന്നുള്ള ശ്രമം നടത്തുകയാണല്ലേ. ആ ഓക്കെ, കൊള്ളാം. ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇവന് തലക്കനത്തിന് കാരണം ഈ ഞാനാട്ടോ, ഞാൻ ഉണ്ടല്ലോ എന്നുള്ളതിന്റെ അഹങ്കാരമാണ്. ഇപ്പൊ സ്കോർ ചെയ്തു, ഇതുവരെ സ്കോർ ചെയ്തിട്ടില്ലായിരുന്നു, ഇപ്പൊ സ്കോർ ചെയ്തു. അപ്പൊ എന്തായാലും പോട്ടെ, ബൈ. അത് തന്നു, ഇനി അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല, അത് കിട്ടിയിരിക്കും. സന്തോഷത്തോടെ സ്വീകരിച്ചോ. അല്ലെങ്കിൽ ഞാൻ അതിന്റെ റിവ്യൂ കേട്ടോ, പനീന്റെ റിവ്യൂ ആണ് അടുത്ത എപ്പിസോഡിൽ അതിന്റെ റിവ്യൂ വരുന്നതാണ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ജീവനുണ്ടെങ്കിൽ ബാക്കി